നിങ്ങൾക്ക് ദൈവം ഒരു പ്രവചന ശുശ്രൂഷ തന്നെങ്കിൽ ഒരിക്കലും പ്രവചന ശുശ്രൂഷയ്ക്കകത്ത് ഒതുങ്ങരുത്. പ്രവചനത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിച്ചാൽ പ്രവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പൊക്കോണം. എത്രത്തോളം ആഴത്തിൽ പോകാമോ അത്രത്തോളം ആഴത്തിൽ പോകണം. പ്രവചനത്തിന് 2 തലങ്ങളാണ്. അതിലൊന്ന് അഡ്മിനിസ്ട്രേഷനും 2 ഓഫീസുമാണ്. അഡ്മിനിസ്ട്രേഷൻ അധികാരം ഉപയോഗിക്കുന്ന തലവും ഓഫീസ് മെസ്സേജ് പറയുന്ന തലവുമാണ്. ഇത് രണ്ടും ഏറ്റവും ആഴത്തിൽ ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ കേരളത്തിനകത്തുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഓഫീസ് ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഡീറ്റെയിൽ പ്രോഫസി ഓപ്പറേറ്റ് ചെയ്യും. അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നവർ എക്സ്ട്രീമായിട്ടുള്ള അധികാരങ്ങൾ അവർ ഓപ്പറേറ്റ് ചെയ്യും. ഏലിയാവ്, ഏലീശ ഇവരെല്ലാം പ്രൊഫറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്തവരാ. സ്തോത്രം പറഞ്ഞേ. അവർ പിടിച്ച പ്രവചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രവചനത്തിൻ്റെ ആഴങ്ങളാണ്. അപ്പം നിങ്ങൾക്കൊരു മിനിസ്ട്രി കിട്ടിയാൽ നിങ്ങൾ അതിൻ്റെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്തു. നിങ്ങൾക്ക് രോഗശാന്തി കിട്ടിയാൽ നിങ്ങൾ ആ രോഗശാന്തി നന്നായിട്ട് ഉപയോഗിച്ചോ. പക്ഷേ 20 വർഷമായിട്ട് അത് തന്നെ ഫോക്കസ് ചെയ്യരുത്. സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ മിനിസ്ട്രി അപ്ഗ്രേഡ് ആകണം. നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങളുടെ അന്യഭാഷ അപ്ഗ്രേഡ് ആകുന്നുണ്ടോ എന്ന്.